നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീതി ഇത് എവിടെ ഇറങ്ങിപ്പോയി? എനിക്കെല്ലാം അറിയാം. ഒന്നും ചിന്തിക്കാതെ അല്ല ഞാനീ പറയുന്നത്. പക്ഷെ എന്റെ നിസ്സഹായ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ കാര്യങ്ങള് ഞാൻ പറയാതെ തന്നെ അറിയാവുന്നതല്ലേ. എല്ലാവർക്കും എന്നോട് വലിയ കാര്യമാണ്. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിപ്പോയാ അതിവിടെയുള്ളവരാരും സഹിക്കില്ല. ദയവേത് അമ്മാവൻ എന്നെ ഒന്ന് മനസ്സിലാക്കണം. തൽക്കാലം ശിവാനിയുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മോളെ നിർബന്ധിച്ചതല്ല. കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഒരു മനസമാധാനം ഇല്ല എനിക്ക്. അറിയാം അമ്മാവ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് രണ്ട് തവണ ഞാൻ ശിവാനിയുടെ കാര്യം ഇവിടെ പറഞ്ഞു നോക്കി. എനിക്ക് അതിനെക്കുറിച്ചൊന്ന് നാവ് അനക്കാനുള്ള അവകാശം പോലും ഇവിടെ ഇല്ല. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ചെറിയ തെറ്റ് വല്ലതുമാണോ ശിവാനി ചെയ്തത്? നമുക്ക് നമ്മുടെ ഭാഗത്തൊന്ന് ചിന്തിച്ചു നോക്കുമ്പോ പ്രണവനും ഗൗതമനും ഒക്കെ ശിവാനിയോടൊന്ന് ക്ഷമിച്ചൂടെ എന്ന് തോന്നും. പക്ഷെ ക്ഷമിക്കണമെന്ന് പറയാനുള്ള അവകാശം പോലും നമുക്കുണ്ടോ അമ്മാവ? അറിയാം മോളെ. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോ വീണ്ടും മോളെ വിളിച്ചത്. എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിയാൽ നീ ശിവാനിയുടെ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കണം. അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. ഇവിടെയുള്ളവരുടെ വെറുപ്പ് പിടിച്ചു വാങ്ങാൻ വയ്യ അമ്മാവ എനിക്ക്. ഞാനിനി അവളുടെ കാര്യം ഇവിടെ സംസാരിക്കില്ല. എനിക്കെന്റെ അച്ഛനെ കണ്ട ഓർമ്മ പോലുമില്ല. എന്നെ വളർത്തിയതും വലുതാക്കിയതും പഠിപ്പിച്ചതും ഒക്കെ അമ്മാവന്. ആ സ്നേഹം എന്റെ ഉള്ളിൽ എന്നും ഉണ്ട്. അമ്മാവൻ ഇങ്ങനൊരാവശ്യം പറഞ്ഞിട്ട് സാധിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള വലിയ വിഷമമുണ്ട്. ആ ദുഃഖം ഈ ജന്മം എനിക്ക് മാറുകയില്ല. പക്ഷെ ഈശ്വരമംഗലം വീട്ടിലേക്ക് ശിവാനിയെ കൊണ്ടുവരണമെന്ന് ഇനി എനിക്കിവിടെ പറയാനാവില്ല. അമ്മാവന് എന്നോടൊന്നും തോന്നരുത്. എന്റെ അപേക്ഷയാണിത്. അന്നത്തെ ആ രാത്രി ഞാൻ ആലോചിച്ചത് മുഴുവൻ നിന്റെ മനസ്സിലെ നന്മകളെക്കുറിച്ചാണ്. ആ വേദന ഞാൻ അറിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ഒരാളെ കാണാൻ പോയി. മോൻ വന്നിട്ട് കുറെ നേരമായോ? ഏയ് ഇല്ല. അല്ല, എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്തായാലും പറയാനുള്ളത് ഈശ്വരമംഗലത്തുള്ളവരോ എൻ്റെ വീട്ടിലുള്ളവരോ അറിയാൻ പാടില്ലാത്തതാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പുറത്തു വെച്ച് കാണണമെന്ന് മോൻ പറഞ്ഞത്. അതിപ്പോ എനിക്ക് പറയാനുള്ളത് ശിവാനിയുടെ കാര്യമാണ്. എന്താ മോനെ, പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേ തോന്നിയതാ. അപ്പം മുതല് മനസ്സിലൊരു പ്രതീക്ഷ. ഈശ്വരമംഗലത്തുള്ളവര് കണ്ണി ചോരയില്ലാത്തവരല്ലല്ലോ. കൈയൊഴിയില്ലെന്നും ഒരവസരം കൂടി അവൾക്ക് കൊടുക്കുമെന്ന് പറയാനാണ് വിളിച്ചതെന്ന്
ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക്. പറ മോനെ, എന്താ കാര്യം? അങ്കിളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റാണ്. ശിവാനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തെക്കുറിച്ച് നിധി എന്നോടും അമ്മയോടും പ്രണവിനോടും ഒക്കെ ഒരുപാട് പറഞ്ഞതാ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രണവിൻ്റെ ജീവിതം മാത്രമാണ് ഞങ്ങൾക്ക് വലുത്. ഇത് പറഞ്ഞു കഴിഞ്ഞതായിരുന്നല്ലോ, പിന്നെ എന്തിനാ വിളിച്ചു വരുത്തിയത്? ശിവാനിയെ ഈശ്വരമംഗലത്തേക്ക് തിരികെ കേട്ടില്ലെന്ന് പറയാൻ വേണ്ടിയല്ല. അതിൻ്റെ പേരിൽ അങ്കിളിന് നിധിയോട് ദേഷ്യം തോന്നരുതെന്ന് പറയാനായിട്ട് ഞാൻ അങ്കിളിനെ കാണണമെന്ന് പറഞ്ഞത്. വളർത്തി വലുതാക്കിയ ആളോടുള്ള നന്ദികേടായിട്ട് ഇതിനെ കാണരുത്. നിധിക്ക് ഞങ്ങളോട് ശിവാനിക്ക് വേണ്ടിയിട്ട് വാദിക്കാനുള്ള മുഖമില്ലാതായിപ്പോയി. നിധി എത്രത്തോളം സങ്കടപ്പെടുന്നുവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരപേക്ഷയുള്ളൂ എനിക്ക്. ഇതിൻ്റെ പേരിൽ നിധി അങ്കിള് വെറുക്കരുത്. കാരണം അവളുടെ മനസ്സിൽ എന്നേക്കാൾ സ്ഥാനം ഈ നിൽക്കുന്ന അമ്മാവനാ. ദൈവതുല്യനായിട്ടാ നിധി അമ്മാവനെ കാണുന്നത്. ശിവാനിയുടെ പേരിൽ അങ്കിൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നിധിക്ക് നന്നായിട്ട് അറിയാം. ഒന്നും അവള് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്കിളുടെ മുഖത്ത് അവളോടൊരു അനിഷ്ടമുണ്ടെന്ന് തോന്നിപ്പോയാലും അത് ആ പാവത്തിന് സഹിക്കാൻ പറ്റില്ല. എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? ഞാൻ നിധിയെ വെറുക്കാനോ അവളോട് ദേഷ്യം കാണിക്കാനോ അതിനെനിക്ക് പറ്റും തോന്നുന്നുണ്ടോ? വലിയ അഭിമാനിയായിരുന്നു ഞാൻ. ആരുടെ മുമ്പിലും ചെന്ന് തലകുനിച്ച് നിന്നു കൊടുക്കില്ല ഞാൻ. അതിപ്പോ ജീവൻ പോകുന്ന പ്രശ്നമായാലും. എന്നിട്ടും ഞാൻ നിധിമോളുടെ മുമ്പിൽ യാചിച്ചു. ആരാ? ഞാൻ എന്തിനു വേണ്ടിയാ? ജന്മം കൊടുത്തുപോയ മകളുടെ ഭാവിക്ക് വേണ്ടി. സത്യം പറയാലോ, സർവ്വ അഭിമാനവും മാറ്റിവെച്ച് എന്റെ മോളെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നിധിയുടെ മുമ്പിൽ യാചിച്ചത് ഈ ഞാനല്ല, എന്റെ ഉള്ളിലെ അച്ഛനാണ്. ജന്മം കൊടുത്തു പോയില്ലേ മോനെ? കൺമുമ്പിൽ ഒരു പെണ്ണിന്റെ ജീവിതം നശിച്ചു പോകുന്ന ഒരു അച്ഛന്റെ വേദനയാണ് എന്നെ ആ ഗതികേടിലെത്തിച്ചത്. മനസ്സിലാവില്ല, ഇപ്പോഴൊന്നും അത് പറഞ്ഞാ മോന് മനസ്സിലാവില്ല. ആ ഒരു അവസ്ഥയിൽ എത്തണം. ഒരു പെൺകുട്ടിയുടെ അച്ഛനായി ഞാൻ ഈ നിൽക്കുന്ന ഗതികേടിൽ ഒന്ന് നിന്ന് നോക്കണം. അപ്പോഴേ അതിന്റെ നോവ് എത്രത്തോളം ഉണ്ടെന്ന് മോന് മനസ്സിലാവുള്ളൂ. വെറുതെ ഒന്ന് പറഞ്ഞു പോയതാ. പ്രാർത്ഥിക്കാൻ ഞാൻ മോനു വേണ്ടി മാത്രമല്ല, ഭൂമിയിൽ ഒരച്ഛനെ ഇതുപോലൊരു ഗതികേടുണ്ടാക്കി വെക്കല്ലേ ദൈവമേന്ന്. വേറെന്ത് ചെയ്യാൻ?